എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ സിമ്പിളായിട്ടുള്ള ഒരു ചട്നിപ്പൊടി ഉണ്ടാക്കുന്നതാണ്. 2 ടേബിൾ സ്പൂൺ നാളികേരം, 2 ടേബിൾ സ്പൂൺ മട്ട അരി, പിന്നെ വേണ്ടത് 1 കപ്പ് ഉഴുന്ന്, 1 കപ്പ് കടലപ്പരിപ്പ്, 1 പിടി കറിവേപ്പില, പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള വറ്റൽമുളക്, ഒരു ചെറിയ കഷ്ണം പുളി, 1/4 ടീസ്പൂൺ ജീരകം, കായപ്പൊടി, ഉപ്പ്, കുരുമുളക്, മല്ലി, 1/2 ടീസ്പൂൺ മല്ലി മതി. ഇനി നന്നായി കഴുകി വെള്ളം ഉണക്കിയെടുത്തിട്ടുള്ള ഉഴുന്ന്, കടലപ്പരിപ്പ്, മട്ട അരി ഇതെല്ലാം നമുക്ക് ചുവന്ന കളറാവുന്നത് വരെ വറുത്തെടുക്കണം. നല്ല മൂത്ത മണം വരുന്ന വരെ വറുത്തെടുക്കാം. അപ്പോൾ ഇതാ ഉഴുന്ന് വറുത്തു. ഇതേപോലെ തന്നെ കടലപ്പരിപ്പും കൂടെ വറുത്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുക്കാൻ, അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോവും. കരിഞ്ഞു കഴിഞ്ഞാൽ കരിഞ്ഞ ടേസ്റ്റ് വരും. അപ്പോൾ പൊടിക്ക് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. വെള്ളം ചുവന്ന കളറാവണ വരെ വറുത്തെടുക്കണം. ഇതേപോലെ തന്നെ കഴുകി ഉണക്കി വെച്ചിട്ടുള്ള മട്ട അരിയും കൂടെ വറുത്തെടുക്കാം. ഇത് വറുക്കണ സമയത്ത് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പൊട്ടാൻ തുടങ്ങും. അരിയൊക്കെ നന്നായി പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതേപോലെ ഒട്ടും കരിഞ്ഞു പോകാതെ മൂത്ത മണം വരുന്നത് വരെ വറുത്തെടുക്കണം. ഇത് നല്ലൊരു പൊടിയാണ്. രാവിലെയൊക്കെ ചട്നി അരയ്ക്കാനൊന്നും നേരമില്ല എന്നുണ്ടെങ്കിൽ ഇഡ്ഡലിയുടെയും ദോശയുടെയും കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി പൊടിയാണ്. അത് കേടുവരാതെ ഒരു 6 മാസത്തോളമൊക്കെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, കേടാവാതിരിക്കും. ഇത് വറക്കുമ്പോൾ എല്ലാം വേറെ വേറെ വറക്കണം. അത് ചൂടായ ചട്ടിയിലേക്ക് ജീരകം, മല്ലി, കുരുമുളക്, 1 ടീസ്പൂൺ കുരുമുളക് ചേർത്താൽ മതി. അതിൻ്റെ കൂടെ തന്നെ വറ്റൽമുളകും കൂടെ ഇട്ടിട്ട് മൂത്ത മണം വരുന്നത് വരെ വറുത്തെടുക്കാം. ചെറിയ കഷ്ണം പുളിയും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് ചൂടാക്കിയെടുക്കാം. അപ്പോൾ പുളിയുടെ വെള്ളമയം പോകാൻ വേണ്ടിയിട്ടാണ്. വെള്ളമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് കേടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പുളി നന്നായിട്ട് ഇതേപോലെ ഒന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ പുളിയുടെ ഈർപ്പം പോയി കിട്ടും. ഇതിന് ശേഷം ഇനി കറിവേപ്പില നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ ഉണക്കിയെടുത്തതാണ്. കറിവേപ്പില ഇത്തിരി കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. ഇത് ഞാൻ നാളികേരം മുമ്പേ വറുത്ത് സിപ്ലോക്ക് കവറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതാണ്. ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് എടുത്ത് ഉപയോഗിക്കാം. അപ്പോൾ ഈ വറുത്ത നാളികേരമാണ് ഞാൻ എടുക്കുന്നത്. കറിവേപ്പില നമ്മൾ കൈകൊണ്ട് ആക്കണ സമയത്ത് അത് പൊടിഞ്ഞ് വരണം, ആ പാകം ആക്കിയെടുക്കണം. അപ്പോൾ നാളികേരം ഫ്രിഡ്ജിൽ വെച്ചതായതുകൊണ്ട് തന്നെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇതിൻ്റെ കൂടെ ഉപ്പും കൂടെ ചേർത്തിട്ട് 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തത്. അതിന് ശേഷം 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ മല്ലി തീരെ കുറച്ചാണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ മല്ലിയാണ് ചേർത്തിട്ടുള്ളത്. മല്ലിപ്പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്താൽ മതിയാവും. ഇതെല്ലാം ചൂടാറുമ്പോൾ നന്നായിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. അത്രയേ ഉള്ളൂ. നല്ല സൂപ്പറായിട്ടുള്ള ടേസ്റ്റാണ്. ഇതിൽ കുറച്ച് എണ്ണയും കൂടെ ചേർത്തിട്ട് നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ അത് നന്നായി ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിൽ കുറച്ചായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നല്ലൊരു പൊടിയാണ്. ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചട്നിയും സാമ്പാറൊക്കെ ഉണ്ടെങ്കിലും ഈ പൊടിയിൽ എണ്ണ ഒഴിച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വേറെ ചട്നി സാമ്പാറൊന്നും ഇല്ലയെന്നുണ്ടെങ്കിലും ഈ പൊടി മാത്രം കൂട്ടിയിട്ട് കഴിക്കാൻ പറ്റും. കണ്ടോ, നല്ല നൈസ് പൊടിയാവണ്ട, തരിതരിപ്പോട് കൂടി പൊടിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ചിലർക്ക് നല്ല നൈസ് പൊടിയാവണതാണ് ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ അതുപോലെ പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ 2 ബാച്ചായിട്ടാണ് ഇത് പൊടിച്ചെടുത്തിട്ടുള്ളത്. ഈ പൊടിച്ചതിന് ശേഷം 2 ബാച്ചും കൂടെ ഒന്നിച്ചിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സിയിൽ കറക്കിയെടുക്കും. അപ്പോൾ എല്ലാം ചേരുവകളും ഒന്നിച്ച് കൂടിച്ചേരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. ഇതാ 2ാമത്തെ ബാച്ചും കൂടി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആദ്യം പൊടിച്ച് വെച്ചിട്ടുള്ളതും ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട്
ഒന്നും കൂടി ഒന്ന് കറക്കിയെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെല്ലൈക്കണും ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് മറക്കാണ്ട് പ്രസ് ചെയ്യണം കേട്ടോ. ഇനി ഈ പൊടി വെള്ളമയം ഒട്ടും ഇല്ലാതെ കഴുകി ഉണക്കി എടുത്തിട്ടുള്ള പാത്രത്തിൽ, എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിലാക്കി സൂക്ഷിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ ഈ ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.